ഹായ് ഹലോ. അപ്പോൾ എല്ലാ കൂട്ടുകാരും SLC എക്സാം കഴിഞ്ഞിട്ടുള്ള ഒരു എക്സൈറ്റ്മെൻറ്റിലായിരിക്കും നിൽക്കുന്നത് അല്ലേ? ഈ എക്സൈറ്റ്മെൻറ്റ് ഇടയ്ക്ക് നമുക്ക് മറ്റൊരു എക്സൈറ്റ്മെൻറ്റ് കൂടി ഉണ്ടാവും. എന്താണത്? റിസൾട്ട്. SLCയുടെ റിസൾട്ട് എപ്പോഴാണ് വരിക എന്നായിരിക്കും നമ്മുടെ ഏവരുടെയും ആകാംക്ഷ അല്ലേ? അപ്പോൾ എപ്പോഴായിരിക്കും പലതരത്തിലുള്ള അഭ്യൂഹങ്ങളും നമ്മളിങ്ങനെ പ്രചരിച്ച് ഇങ്ങനെ യൂട്യൂബിലൊക്കെ കാണാറുണ്ടാവും അല്ലേ? SLC റിസൾട്ടിൻ്റെ ഡേറ്റ് അറിഞ്ഞോ, ഇത്രാം തീയതിയാണ് വരിക, ഇത്രാം തീയതിയാണ് വരിക. അപ്പോൾ ആ ഒരു അഭ്യൂഹങ്ങൾക്കും ഒരു തരത്തിലുള്ള വിലയുമില്ല എന്ന് തന്നെ ഞാൻ ആദ്യം തന്നെ പറഞ്ഞുകൊള്ളട്ടെ. അതായത് SLC റിസൾട്ട് വരുന്നതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ്, 2, 3, 4 ദിവസങ്ങൾക്ക് മുമ്പ് മാത്രമേ ഗവൺമെൻറ് ഇത്രാം തീയതി SLC റിസൾട്ട് വരും എന്നുള്ള കാര്യം പബ്ലിഷ് ചെയ്യുകയുള്ളൂ. അത് നമുക്ക് പത്രത്തിലൂടെയും TV-യിലൂടെയും മറ്റ് വാട്സപ്പിലൂടെ ആയാലും നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന മാധ്യമങ്ങളിലൂടെ നമുക്ക് ഈ വിവരം അറിയാൻ വേണ്ടി പറ്റും. ആ ഒരു വിവരത്തിന് മാത്രമേ ആധികാരികതയുള്ളൂ എന്നൊരു കാര്യം കൂടെ ഞാൻ ഈ അവസരത്തിൽ പറഞ്ഞു വെക്കുകയാണ്. 2023 മാർച്ച് 29 SLC എക്സാം കഴിഞ്ഞത്. ആ SLC എക്സാം മാർച്ച് 29 കഴിഞ്ഞിട്ട് മെയ് 19 SLC റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നത്. തൊട്ട് മുൻപത്തെ വർഷം, അതായത് 2024, അതായത് ഈ വർഷം 2025 2024 മാർച്ച് 25 SLC എക്സാം കഴിഞ്ഞത്. അപ്പം എക്സാം റിസൾട്ട് വന്നത് മെയ് മാസം 8 അപ്പോൾ നമ്മളുടെ ഈ വർഷത്തെ SLC എക്സാം എപ്പോഴാണ് കഴിഞ്ഞത്? മാർച്ച് 26 കഴിഞ്ഞത് അല്ലേ? അപ്പോൾ മാർച്ച് 26 കഴിഞ്ഞത്. അപ്പം ഏകദേശം നമുക്കൊരു സമയം ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. എന്ത് ഏകദേശം സമയം എന്ന് പറയുന്നത്, അതായത് നമ്മൾ പേപ്പർ വാല്യുവേഷന് ഇത്രാം തീയതി തുടങ്ങി ഇത്രാം തീയതി അവസാനിക്കും എന്നുള്ള കൃത്യമായൊരു ഷെഡ്യൂൾ ഉണ്ട് അല്ലേ? അതൊക്കെ വെച്ച് ഗവൺമെൻറ്റിൻ്റെ മറ്റ് പ്രൊസീജിയേഴ്സൊക്കെ കഴിഞ്ഞിട്ടുണ്ടാകുമ്പം നമുക്ക് ഏകദേശം ഒരു ഡേറ്റ് പറയാൻ വേണ്ടി പറ്റും. ആ ഏകദേശം ഒരു ഡേറ്റ് എപ്പോഴായിരിക്കും? ഏകദേശം ഒരു മെയ് മാസം ഒരു 10-ാം തീയതിക്കും 15-ാം തീയതിക്കും ഇടയിലായിരിക്കാനാണ് സാധ്യത. അതായത് SLC റിസൾട്ട് ഈ വർഷം മെയ് മാസം 10-നും 15-നും ഇടയിലാകാനാണ് സാധ്യത. അതായത് ഏകദേശം ഒരു 1.5 മാസത്തോളം ഇപ്പോൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്ത് നിങ്ങൾക്ക് ഇപ്പോൾ കാണുന്ന ഈ അവസരത്തിലുണ്ട് അല്ലേ? അപ്പോൾ എല്ലാവരും കട്ട വെയിറ്റിംഗിലാണെന്നറിയാം. അപ്പോൾ എല്ലാവർക്കും ഒരു അടിപൊളി SLC റിസൾട്ട് ഉണ്ടാവട്ടെ എന്ന് ഇൻസൈറ്റ് ലേണിംഗ് അക്കാദമിക്ക് വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. അപ്പം ഗവൺമെൻറ് തലത്തിൽ ഒഫീഷ്യലായിട്ട് വരുന്ന റിസൾട്ടിനെ കുറിച്ചുള്ള വിവരങ്ങളല്ലാതെ മറ്റൊരു വിവരങ്ങൾ നമ്മൾ സ്പ്രെഡ് ചെയ്യേണ്ട കാര്യമില്ല, നമ്മൾ വിശ്വസിക്കേണ്ട കാര്യമില്ല. ഓക്കെ, അപ്പോൾ പലതരത്തിലുള്ള ഊഹാപോഹങ്ങളും അഭ്യൂഹങ്ങളും അങ്ങനെ അന്തരീക്ഷത്തിൽ നിരന്തരമായിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ അതിനൊന്നും ചെവി കൊടുക്കേണ്ട കാര്യമില്ല. തീർച്ചയായും നമ്മൾ ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശങ്ങളും അവരുടെ റിസൾട്ടിനെ സംബന്ധിക്കുന്ന കാര്യങ്ങളും മാത്രമേ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ റിസൾട്ട് പ്രതീക്ഷിച്ചിരിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും ആദ്യമായിട്ട് ഇൻസൈറ്റ് ലേണിംഗ് അക്കാദമിയുടെ പേരിൽ ഏറ്റവും എന്താ പറയുക നല്ല റിസൾട്ട് ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ, അപ്പോൾ റിസൾട്ട് സംബന്ധിച്ചും SLC റിസൾട്ട് സംബന്ധിച്ചും അതേപോലെ അഡ്മിഷൻ സംബന്ധിച്ചൊക്കെ കൃത്യമായ വീഡിയോസ് നമ്മൾ ഇൻസൈറ്റ് ലേണിംഗ് അക്കാദമിൻ്റെ ഈ പേജിൽ ഇടുന്നുണ്ടാവും. അപ്പം ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ താഴെയുള്ള സബ്സ്ക്രിപ്ഷൻ ബട്ടൺ ഒന്ന് അമർത്തുക, ഒന്ന് ബെല്ലൈക്കണും കൂടെ ഒന്ന് അമർത്തി കൂട്ടുകാർക്കും കൂടെയൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ കൂടുതൽ വിവരങ്ങളുമായി നല്ല ആധികാരികതയുള്ള നല്ല വിശ്വസനീയമായ ഒരു വീഡിയോയുമായി നമ്മൾ വിവരവുമായിട്ട് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.